ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാട്ടോ. നമ്മളിപ്പം പോകുന്നത് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ തന്നെ ഫിഷ് മാർക്കറ്റിലും പിന്നെ അടുത്തുള്ള വെജിറ്റബിൾസിൻ്റെ ഒരു സ്റ്റാൾ നല്ലൊരു മാർക്കറ്റുണ്ട്. അപ്പോൾ അങ്ങോട്ട് രണ്ടിടത്താണ് നമ്മൾ പോകുന്നത്. ഇത് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മാളുമായിട്ടുള്ളതാണ്. റെസ്റ്റോറൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മുന്നിലുള്ള വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ നടക്കുന്ന വേ ആണ്. വേറെ എൻട്രൻസ് ഉണ്ട്. നമ്മൾ ഫിഷ് മാത്രം വാങ്ങാൻ പോകുന്നത് കൊണ്ട് ഇതിൽ കൂടെ കയറും. സ്ലൈറ്റൊക്കെ കാണുന്നുണ്ടോ? സ്ലൈറ്റൊക്കെ കാണുന്നില്ലേ? വെച്ചാൽ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിന് എൻട്രൻസിൻ്റെ അവിടെ നമുക്ക് മീനിൻ്റെ സാധനമൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് തൂക്കിയിട്ട് അതിൽ കൂടെയാണ് നമ്മൾ കയറുന്നത്. നമ്മൾ എൻട്രൻസ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് ഫിഷിന് മാത്രം മാർക്കറ്റ് അല്ല കേട്ടോ. ഇവിടെ ഷോപ്സ് ഉണ്ട്. എന്താ ലുലു ഹൈപ്പറിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ ഐസ്ക്രീംസ്, ബാസ്കറ്റ് ഐസ്ക്രീംസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഫിഷിൻ്റെതാണ് മെയിനായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതേ ഉള്ളൂ. സംഭവമാണ് ഫിഷ് ആകാൻ കറിച്ച് എന്താണെന്ന് പറയുന്നത്. കുറേ ഫിഷ് ഉണ്ട് കേട്ടോ. പല പല ടൈപ്പ് എന്താ ഷാർക്കിന് വരെ നമുക്ക് ഇവിടെ കാണാം. നമുക്ക് വാങ്ങിക്കൊണ്ട് കൊണ്ടാണ്. അതാണ് ഇവിടെ കുറേ ടൈപ്പ് മീനുകളുണ്ട്. ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്, ലോബ്സ്റ്റർ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഇതാണ് ഗൈസ് ഷാർക്ക്. കണ്ടില്ലേ? അതാണ് ഷാർക്ക് ഗൈസ്. ഇത് കുറച്ചുകൂടി അതിനെക്കാട്ടി ഇച്ചിരി വലുപ്പമുള്ള ഷാർക്കാണ് ഇത്. ഗൈസ് നോക്കെ ഏതോ ഒരു വലിയ മീനാണ്. ഏതാ മീനെന്നൊന്നും പറയാനറിയില്ല. ഏതോ ഒരു ഭയങ്കര വലുപ്പമുള്ള മീനാണ്. ഗൈസ് നോക്ക്, വലിയ ഒക്ടോപ്പസ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, വലുതുണ്ട്, കുറേ ടൈപ്പ് ചെമ്മീൻ, ലോബ്സ്റ്റർ, പിന്നെ അത് ഓയിസ്റ്ററാണ്, പിന്നെ കടുക്ക, അങ്ങനെ എന്തെല്ലാം ഉണ്ട്. കണ്ടില്ലേ? ഇത് ഫുള്ള് ഇങ്ങനെ ഫിഷിൻ്റെതാണ്. കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഫുള്ള് ഇങ്ങനെ മീനിൻ്റെത്, ഫിഷിൻ്റെ ഇങ്ങനെ ഉള്ളതാണ്. വലിയ മീൻ, അവിടെ ഒരു വലിയ മീനുണ്ട്. ഏതാ മീൻ അറിയില്ല, ഏതോ ഒരു മീനുണ്ട് ഗൈസ്. അവിടെ ഷാർക്ക് ഉണ്ട്. ഷാർക്ക് കുറേ ഉണ്ട് കേട്ടോ അവിടെ ഗൈസ്. പിന്നെ നോർമൽ നമ്മളെ നാട്ടിലത്തെ ഫിഷും ഉണ്ട് ഗൈസ്. പിന്നെ അവിടെ ഭയങ്കര നോയ്സാണ്. അതിൽ ഫുള്ള് മീനാണ്. ഇത് ഭയങ്കര വലിയ ഒരു മാർക്കറ്റാണ്. അത്യാവശ്യം നല്ല ഫിഷും മീനുകളും ഇവിടെ കിട്ടും. നമ്മൾ എപ്പോഴും ഇവിടെ വന്നിട്ടാണ് മീൻ വാങ്ങൽ ഗൈസ്. ഇത് ഞണ്ടിൻ്റെ മാത്രം കണ്ടില്ല, നീല കളർ കൈയുള്ള ഞണ്ടാണ് ഞണ്ട്. പിന്നെ ചെമ്മീൻ കുറേ ടൈപ്പും ഉണ്ട്, കുറേ വലുപ്പത്തിലും ഉണ്ട്. ഇത് നമ്മളെ നാട്ടിലെ ചെമ്മീൻ. ഇത് വേറെ വലിയ ചെമ്മീൻ. അതൊക്കെ അത് നീല കളറാണ്. എന്തോ ഒരു കളർ ചെമ്മീനാണ് ഗൈസ്. ഇത് ലോബ്സ്റ്ററും പിന്നെ അങ്ങനെ എന്തെല്ലോ സാധനങ്ങളാണ് ഗൈസ്. ഇത് ഫുള്ള് വലിയ മീൻ്റെ സെക്ഷനാണ് ഗൈസ്. ഇവിടെ പിന്നെ ജീവനില്ല വലിയ ലോബ്സ്റ്ററും ക്രാബും ഒക്കെ ഉണ്ട്. അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട് ഗൈസ്, വലിയ സ്ക്വിഡാണ് ഗൈസ്. ഞാൻ ജീവനുള്ള ഞണ്ടിനെ ഇപ്പം കാണിച്ചു തരാൻ അങ്ങോട്ട് കണ്ടിട്ടാണ്. പിന്നെ നാഷണൽ ഡേ ആയതുകൊണ്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ ചില സ്ഥലത്ത് ഗൈസ്. ഇതാണ് സാൽമൺ. എല്ലാവർക്കും അറിയാനുണ്ടാവും, അത് പാക്കറ്റിലാക്കി വെച്ച സാൽമൺ ഗൈസ്. ഇത് ജീവനുള്ള ചെറിയ ഞണ്ടാണ്. ഇത് പിന്നെ ഏതോ ഒരു മീനാണ്, ഏതാ മീനെന്ന് അറിയില്ല. അത് കണ്ടില്ലേ, വലിയ ഒരു ലോബ്സ്റ്റർ ആണെന്നാ തോന്നുന്നത്. കണ്ടിട്ട് അതേമാതിരി ഇത് കുറച്ചുകൂടി ചെറുതാണ്. ഇവിടുത്തെ വലിയ ക്രാബിനെ ഇതാ കെട്ടിയിട്ടിട്ടുണ്ട്. കുറേ ഉണ്ട്. ഇത് ചെറുതും വലുതും ഒന്നായിട്ട് മിക്സാണ്. ഇതൊരു മീഡിയം ടൈപ്പ് ആണെന്നാ തോന്നുന്നു. ഇതും ഒരു മീഡിയം ടൈപ്പ് ലോബ്സ്റ്റർ ആണെന്നാ തോന്നുന്നു. ഇതിനെന്തേ, ഇത് ചെമ്മീനാണോ? ചെമ്മീൻ കണ്ടിച്ച് ചെമ്മീൻ മാതിരി ഉണ്ട്, എന്താണെന്ന് അറിയില്ല. പിന്നെ ഇത് നടന്നത് ഈലിനെന്തോ ആണെന്ന് തോന്നിയത്. ദയാൽ ഇതിൻ്റെ പേര് ഈൽ അങ്ങനെ എന്തോ ആണ്. പാമ്പിൻ്റെ വഴിയുള്ള മീൻ. ഇതിൻ്റെ പേര് ഈലെന്തോ അല്ലേ? ഈലെന്തോ ആണ്. പാമ്പിൻ്റെ വഴി ഉണ്ടാവുക.
ഇതും ലോബ്സ്റ്റർ ആണ്, ഇതും ലോബ്സ്റ്റർ ആണ്. ലോബ്സ്റ്റർ ആണെന്ന് തോന്നുന്നത്. ഇതിൽ കുറലുണ്ട്. ഇത് കണ്ടിട്ട് ഓയിസ്റ്ററോ എന്തോ ആണ്, എന്താ അറിയില്ല. കുറേ കല്ല് പോലത്തെ സാധനമാണ്. ഇതെന്താണെന്ന് അറിയില്ല. ഇത് കണ്ടിട്ട് ഓയിസ്റ്റർ എന്ന് തോന്നുന്നു. ഇതാ ഗൈസ് ഞാൻ പറഞ്ഞ വലിയ ക്രാബ്. ഇത് കുഴപ്പമില്ല. പക്ഷെ ഇത് നോക്ക് ഗൈസ്, ഇത് ഒരു 5 ആൾക്കാർക്ക് ഒരുമിച്ച് തിന്നാണ് വലിപ്പമുണ്ട് ഗൈസ് ഈ ക്രാബിന്. ഇത് ഗൈസ് ഒരു വലിയ ലോബ്സ്റ്റർ ആണില്ലേ. ഇതും വലിയ ക്രാബാണ്, അതും വലിയ ക്രാബാണ്. ലൈഫ് ഫിഷ് ഇത്രക്കുള്ളൂ. പിന്നെ ഈ സെയിം സാധനം തന്നെ കുറേ അവിടെ അങ്ങനെ ഉണ്ട്. അപ്പം ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ഫിഷൊക്കെ വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഇത് കഴിച്ച് നമ്മൾ വെള്ളത്തിൽ ഇടുന്നത്, ഇത് ഭക്ഷണത്തിന് തരില്ല, വളർത്താൻ തരുമായിരിക്കും. ഇത് റെഡിക്കത്തതാണോ അതോ എന്തോ അറിയില്ല. ഇത് നമ്മളെ നോർമൽ ഫിഷ്. കഴിച്ച് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ നേരെ ലുലു അല്ലാണോ നോക്കട്ടെ. ലുലു അല്ല, ഇവിടെ തന്നെ വെജിറ്റബിൾസിൻ്റെ എന്തോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ എന്തോ ആണ് ഞാൻ കാണിച്ചത്. ഇതൊക്കെ ഫുൾ വാട്ടർ മെലണും. ഇതെന്താ സാധനം എനിക്ക് അറിയില്ല. അതിനവിടെ ഫോണുണ്ട്. ഇവിടെ ഫുൾ ക്യാരറ്റ്സ്, തക്കാളി, നമുക്ക് ഫുൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. മീൻ്റെ അതിനിലയിലൊക്കെ നല്ല വിലയുണ്ട്, നല്ല സാധനമാണ്. ഫുൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. കോണും എങ്ങനെ ഒക്കെ ഉണ്ട്. സ്ട്രോബെറീസ് ഒക്കെ അതിൻ്റെ റെയറായിട്ടാണ് കാണല്ലോ. അവിടെ ഇപ്പം സ്ട്രോബെറി ഉണ്ട് കേട്ടോ. കുറേ ഇതന്നെ ഇവിടെ തന്നെ കുറേ സൈഡിൽ ഇങ്ങനെ അവിടെയും ഇവിടെ ഇങ്ങനെ അടയില്ല. കുറേ സൈഡിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തന്നെ കേട്ടോ ഉള്ളത്. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അച്ചാറും പിന്നെ എന്തോ സിറപ്പാണ് കണ്ടില്ല. അച്ചാറും ഉപ്പിലിട്ടത് അങ്ങനത്തെ ഒക്കെ ക്യാനിലാക്കി വെച്ചിട്ടുണ്ട്. എന്തോ സിറപ്പ്, അച്ചാർ, ഉപ്പിലിട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഏത് സൈഡാണ് അവിടെ കുറേ ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.